ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അസൗകര്യമുണ്ടെന്ന മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു. എന്നാൽ സാവകാശം നൽകാനാവില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിനിടെ ശബരിമലയിൽ സമീപകാലത്ത് നടന്ന മറ്റ് നിർമ്മാണങ്ങളിലെല്ലാം ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. കൊടിമരവും 18 പടികളും മണികളും വാജീവാഹനവും അഷ്ടദിക്പാലകരെയും എല്ലാം പുതുതായി നിർമ്മിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയ ശേഷമാണെന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. ടി വി പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ പുതിയ ആരോപണങ്ങളും ഉയരുകയാണല്ലോ, എന്തൊക്കെയാണ്? സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നമുക്കറിയാവുന്നതുപോലെ പോറ്റിയിൽ നിന്ന് തുടങ്ങി മുരാരി ബാബുവും ഡി സുധീഷും കെ എസ് ബൈജുവും തുടങ്ങി ഇപ്പോൾ ഭരണസമിതിയിലേക്ക് എത്തുന്നതിന് മുമ്പായി ദേവസ്വം കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ തവണയും വിളിപ്പിച്ചപ്പോഴാണ് ആരോഗ്യ പ്രശ്നം കാണിച്ച് പിന്മാറുന്ന ഒരു സമീപനമുണ്ടായത്. എൻ വാസുവിനാണ് നോട്ടീസ് നൽകിയത്. എൻ വാസു നേരത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്നുവെങ്കിൽ പിന്നീട് 2019 നവംബർ 15 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായും അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാനുള്ള മുൻകരുതലും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ശബരിമല കൊള്ളയിൽ അന്വേഷണം കൂടുതൽ ഉന്നതങ്ങളിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് എൻ വാസുവിന് കൊടുത്ത നോട്ടീസ്. സ്മൃതി.